ഹലോ, എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ മണ്ണാണ്. മണ്ണിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നല്ല ചെളി പോലെയുള്ള മണ്ണാണ്. മാത്രവുമല്ല നല്ല വലിയ വലിയ കല്ലുകളുമുണ്ട്. അപ്പോൾ ഈ ചെളി പോലെയുള്ള മണ്ണ് നല്ല വളക്കൂറുള്ള ഇളക്കമുള്ള മണ്ണാക്കി എടുക്കണം. അപ്പോൾ അത് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഉണ്ടയായി വരുന്ന മണ്ണിൽ ഒരിക്കലും നമ്മൾ ചെടികൾ നട്ടിട്ട് കാര്യമില്ല. അതിൻ്റെ വേരുകൾ ഓടാനുള്ള ഒരു സൗകര്യം അതിനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മണ്ണിൽ നട്ടാൽ ചെടികൾ മുരടിച്ച് നിന്ന് പോകും. ഈ മണ്ണ് കണ്ടിട്ട് ഒരു ചേട്ടൻ കമൻറ്റ് ചെയ്തിരുന്നു, ഇതിൽ കൃഷി ചെയ്യാൻ പറ്റില്ലെന്ന്. പറമ്പിൽ നിന്ന് മണ്ണെടുത്ത് കൃഷി ചെയ്യാൻ. ചേട്ടാ, എനിക്ക് പറമ്പൊന്നുമില്ല, ആകെ 2 സെൻറ്റ് താഴെയുള്ള ഭൂമിയിൽ നിറച്ചുള്ളത് വീടാണ്. എനിക്ക് ചെടി നടാൻ വേറെ മണ്ണൊന്നുമില്ല. അപ്പോൾ ഇതിൽ തന്നെ എനിക്ക് ചെടി നടണം, അതിനെ മണ്ണ് റെഡിയാക്കി എടുക്കണം. അതിൻ്റേതായ രീതിയിൽ ഈ മണ്ണ് ട്രീറ്റ് ചെയ്ത് വളക്കൂറുള്ള മണ്ണാക്കി തീർക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ചളി പോലെയുള്ള മണ്ണ് ഒന്ന് ട്രീറ്റ് ചെയ്തെടുക്കണം. ഡോളോമൈറ്റ് ഇട്ട് ഒരു 3-4 ദിവസം ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ കുറച്ച് മണ്ണ് ഈ പാത്രത്തിൽ നിരത്തി വെച്ചതിന് ശേഷം കുറച്ച് ഡോളോമൈറ്റ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നല്ല പശ പോലെയുള്ള മണ്ണാണ്, അതുകൊണ്ട് കോരി എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടുത്ത മണ്ണിട്ട് ഇളക്കി കൊടുത്താൽ ആ പാത്രം നിറയുന്നത് വരെ ചെയ്യാം. ഇതേപോലെ ലെയറായിട്ട് മണ്ണും കുറച്ച് ഡോളോമൈറ്റ് ഇട്ട് ഇളക്കി വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും പിന്നെ ഡോളോമൈറ്റും ഒക്കെ ഇട്ട് ഇളക്കി ഈ പാത്രം നിറയുന്നത് വരെ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ചാക്കിലുണ്ടായിരുന്ന മണ്ണ് നിറയെ ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, പേരിന് ഇതുപോലെ അവിടെ ഇവിടെയായിട്ട് ചകിരിച്ചോറിൻ്റെ കട്ട കിടക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് ഡോളോമൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. മണ്ണിന് നനവുള്ളത് കൊണ്ട് വേറെ നനവൊന്നും ചേർത്തില്ല. ഇപ്പോൾ ഒരു 5 ദിവസമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വളക്കൂറുള്ള മണ്ണാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇത് വേണ്ടത്, നല്ല മഴയുള്ള സമയമായതുകൊണ്ട് കരിയിലയൊന്നുമില്ല. ഞാൻ ചട്ടിയുടെ ഹോള് 2 കല്ല് വെച്ച് അടച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഉമിയാണ്. ഈ മണ്ണിലോട്ട് ഉമി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഒരു 2 പിടിയോളം ഉമി ചേർത്തിട്ടുണ്ട്. കുറച്ച് ചകിരിച്ചോറ് ചേർത്തിട്ടുണ്ട്. പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എപ്സം സോൾട്ട്, അത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി അത്യാവശ്യം എടുത്തിട്ടുണ്ട്. കാര്യം ചളി പോലെയുള്ള മണ്ണാണ്. അപ്പോൾ മണ്ണിന് ഇളക്കം കൂടണമെങ്കിൽ കുറച്ച് ചാണകപ്പൊടി വേണ്ടി വരും. അപ്പോൾ മണ്ണ് ഇവിടെ നല്ല ഇളക്കമുള്ളതാക്കി ഞാൻ തീർത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി ഇത് ഉണ്ട പോലെ ആവില്ല. കണ്ടില്ലേ, പൊടിഞ്ഞു പോകും. ഇനി ഇത് ചളി പോലെ ഇരിക്കില്ല. ഇനി ഈ മണ്ണിൽ ധൈര്യമായിട്ട് ചെടികളൊക്കെ നടാം. ഇനി ഇത് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു അര ഭാഗം മാത്രമേ ഞാനിപ്പോൾ മണ്ണ് നിറയ്ക്കുന്നുള്ളൂ. അതിനുശേഷം തൈകൾ വെച്ച് കൊടുക്കാം. ഇനി ഞാൻ തൈകൾ നട്ട് അത് നനച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ. ഇത്രയും ചട്ടിയിൽ ഞാൻ തൽക്കാലം നിറച്ചിട്ടുണ്ട്. ഇനി തൈകൾ നടണം. ഇപ്പോൾ നല്ല മഴയാണ്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒരു 4 ദിവസം ഷെയ്ഡിൽ വെച്ചതിന് ശേഷം ടെറസിലോട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാനിവിടെ തൈകളൊക്കെ നട്ട് നനച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തൈകളുടെ വളർച്ചയുടെ ഘട്ടങ്ങളെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഈ മണ്ണിൽ വിളവ് കിട്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.